ഈ ബൈബിളിൽ ചില തീ പിടിച്ച വചനങ്ങളുണ്ട്. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഭയങ്കരമായിട്ട് ഞെരുക്കങ്ങൾ വരുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സമയത്ത് നമ്മളിങ്ങനെ തീ പിടിപ്പിക്കുന്നത്. ഇത്രയും സഹിച്ചു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, മടുത്തു, ഇനി അധ്വാനിക്കുന്നില്ല, കാരണം ഇനി ഒരു പരാജയം കൂടെ ഏൽക്കാൻ എനിക്ക് പറ്റില്ല, ഇത്രയും അധ്വാനിച്ചിട്ട് ഒരു ഫലവും കാണുന്നില്ല, ഞാൻ ഈ പരിപാടി നിർത്തി എന്ന് തോന്നുന്ന സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് സ്പ്രിങ്ങെ നിർത്തുന്ന, തീയെ നിർത്തുന്ന ചില തീ പിടിച്ച വചനങ്ങൾ. പണ്ട് ഒരു വലിയ ടോക്കിൽ അച്ഛൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ സെമിനാരി ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒന്ന് തീ പിടിപ്പിച്ച ഒരു വചനം ഒന്നും കൂടെ ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങളാണ്. ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു വചനമാണ്. ഇത്രയും തീ പിടിച്ചൊരു വചനം ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാതെ പോയതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നുണ്ട്. കാരണം ഈ പുസ്തകം മുഴുവനായിട്ട് വായിച്ചിരുന്നു. അതിൻ്റെ ഒടുക്കം വളരെ പ്രധാനപ്പെട്ട ചില എപ്പിസോഡുകൾ എനിക്ക് ബൈബിളിൽ വളരെയധികം വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു പോയിട്ടും ഇത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. പക്ഷേ ഇന്നത് കണ്ടു, നിങ്ങളോട് സന്തോഷം